പറയാൻ പോകുന്ന കഥയുടെ പേര് പാമ്പും തവളകളും. ഒരിക്കൽ ഒരിടത്ത് മഹാമടിയനായ ഒരു പാമ്പുണ്ടായിരുന്നു. ചെറിയ ചെറിയ ജീവികളെ പറ്റിച്ച് ഭക്ഷിക്കുകയായിരുന്നു അവന്റെ സ്ഥിരം രീതി. തവളക്കാല് കഴിച്ച കാലം മറന്നു. എന്തായാലും ആകാൻ സാധിക്കണം. ഒരു ഉപായം കണ്ടെത്താം. വഴിയുണ്ടാക്കാം. പാമ്പ് പറഞ്ഞു. അവിടെ അടുത്തൊരു കുളത്തിൽ ധാരാളം തവളകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു അവന്റെ യാത്ര. അധികം വൈകാതെ അവൻ അവിടെ എത്തി. അയ്യോ പാമ്പ്! തവളകൾ പേടിച്ച് കുളത്തിൽ ഒളിച്ചു. ചങ്ങാതിമാരെ, നിങ്ങൾ എന്തിനാണ് എന്നെ കണ്ട് ചാടിപ്പോകുന്നത്? ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. തവളകൾ ഓരോന്നായി കുളത്തിൽ നിന്നും പൊങ്ങി വന്നു. ഞാനിപ്പോൾ മാംസം ഭക്ഷിക്കാറില്ല, ആരെയും കൊല്ലാറുമില്ല. ഞാനിപ്പോൾ തികഞ്ഞ സാത്വികനാണ്. അയ്യടാ, അങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഇതൊക്കെ നിന്റെ സൂത്രമല്ലേ? ഒരു തവള പറഞ്ഞു. സത്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ വരുന്ന വഴിയിൽ കുറെ തവള പിടുത്തക്കാരെ കണ്ടു. അവർ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അവർ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. പാമ്പ് പറയുന്നത് കേട്ട് അവർക്ക് ഒരു സംശയവും തോന്നിയില്ല. അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി. ചിലപ്പം ഈ പാമ്പ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? തവള പിടുത്തക്കാർ വരുന്നതിന് മുൻപേ നമ്മൾക്ക് ഇവിടുന്ന് മാറി ദൂരെ എവിടെയും പോകണം. എവിടേക്കാണ് പോവുക? മറ്റൊരു തവളയും ചോദിച്ചു. എന്നെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കാം. പാമ്പിന്റെ വാക്ക് വിശ്വസിച്ച് അവർ അവന്റെ നീണ്ട വാലിലിരുന്ന് യാത്രയായി. ഒരു തവളക്കാല് കഴിക്കാൻ പൊതിച്ച് എനിക്ക് ഒരു ഡസൻ തവളക്കാല് കിട്ടിയല്ലോ. ഇവരെ സുരക്ഷിതമായി എത്തിക്കാമെന്ന് പറഞ്ഞത് എന്റെ വയറ്റിലാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു. എന്താ ചേട്ടാ പെരുപിടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിടിച്ചിരുന്നോ, വേഗത കൂട്ടിയാണ് പോകുന്നത്. ഈ ഗുഹയിലേക്ക് കയറാം. വഴിയിൽ കണ്ടൊരു ഗുഹയിലേക്ക് പാമ്പ് ഇഴഞ്ഞ് കയറാൻ തുടങ്ങി. എന്തിനാ ചേട്ടാ ഈ ഗുഹയിലേക്ക് കയറുന്നത്? ഇത്രയും ദൂരം വന്നല്ലേ, കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം. അയ്യോ ചേട്ടാ, ഈ ഗുഹയിലേക്ക് കയറരുത്. ഒന്ന് ചുമ്മാതിരേടേ. എനിക്കല്പം വിശ്രമമാവാം, അല്പം വിശപ്പും മാറ്റാം. ഗുഹയിലേക്ക് കയറിയ തവളകളെല്ലാം പുറത്തേക്ക് ചാടിപ്പോയി. അയ്യോ രക്ഷിക്കണേ! പാമ്പ് നിലവിളിച്ചോണ്ടോടി. തവളകളെ ഭക്ഷിക്കാൻ വേറെ ഗുഹ കീരിയുടേതാണ് എന്ന് പാമ്പ് അറിഞ്ഞിരുന്നേ ഇല്ല. ഇതാണ്, മറ്റുള്ളവരെ കുഴയിൽ വീഴ്ത്താൻ ശ്രമിച്ചാൽ നാം സ്വയം കുഴയിൽ വീഴും. അതാണ് പാമ്പിനും സംഭവിച്ചത്.